നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ കഴിഞ്ഞ ഒരു 2-3 കൊല്ലത്തിൻ്റെ ഉള്ളിൽ PSC ചോദിച്ചിട്ടുള്ള മുഴുവൻ ജിയോഗ്രഫി ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ജിയോഗ്രഫി എന്നത്. ജിയോഗ്രഫിയിൽ നിന്ന് നമുക്ക് 6-8 ചോദ്യങ്ങൾ വരെ നമുക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ജിയോഗ്രഫിയിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത്. നിങ്ങൾ ആ ഓപ്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു പോവുക. കാരണം ചോദ്യങ്ങൾ മാത്രമല്ല, ആ ഓപ്ഷൻസിലൂടെയുള്ള ചോദ്യങ്ങളൂടി ഇനിയുള്ള പരീക്ഷകൾക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ കുറച്ചുകൂടി ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം കൂടുതൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള കഴിഞ്ഞ 2-3 കൊല്ലങ്ങളിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ക്ലാസ്സിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം: ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം. ആൻഡമാൻ ദ്വീപസമൂഹത്തെയും നിക്കോബാർ ദ്വീപസമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. 10 ഡിഗ്രി ചാനലാണ് ഉത്തരം. അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് നോക്കി പോകണം. ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് ഏതാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി പോവുക. അതുപോലെ തന്നെ പാക് കടലിടുക്ക്, നമുക്കറിയാം ഇന്ത്യയെയും ശ്രീലങ്കയെയും തമ്മിൽ വേർതിരിക്കുന്നതാണ് പാക് കടലിടുക്ക്. അതുപോലെ 11th ഡിഗ്രി ചാനൽ ഏതാണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ നോക്കി വയ്ക്കുക. അപ്പോൾ ചോദ്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്, അതിലൂടെ തന്നിട്ടുള്ള ഓപ്ഷൻസിന് ഏതൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരമാണ് എന്നുള്ള കാര്യങ്ങളൂടി നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോവുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തതിന് തുല്യമാവും. അപ്പോൾ ഇനിയൊരു ചോദ്യം ഈ ഭാഗത്ത് നിന്ന് എവിടെ നിന്ന് വന്നാലും നമുക്കത് എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ ആണ്. സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഗോഡ്വിൻ ആസ്റ്റിൻ എന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ്. ലോകത്തിലെ 2ാമത്തെ ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ. ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഗോഡ്വിൻ ആസ്റ്റിൻ അഥവാ മൗണ്ട് K2 എന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന അഥവാ തർക്കരഹിത ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ കൊടുമുടി എന്ന് ചോദിച്ചാൽ ഉത്തരം കാഞ്ചൻജംഗയാണ് വരിക. അപ്പോൾ ഇവിടെ ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം കാരക്കോറം പർവ്വതനിരകളാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട കാര്യം ട്രാൻസ് ഹിമാലയൻ നിരകളെക്കുറിച്ചിട്ടാണ്. ലഡാക്ക്, സസ്കർ, കാരക്കോറം തുടങ്ങിയ ട്രാൻസ് ഹിമാലയൻ നിരകളെക്കുറിച്ച് പഠിക്കുക. അതുപോലെ തന്നെ ഹിമാലയത്തിലെ പർവ്വതനിരകളും കൂടി പഠിക്കുക. ഹിമാദ്രി, അതുപോലെ തന്നെ ഹിമാചൽ, ദെൻ സിവാലിക് എന്നീ പർവ്വതനിരകൾ. അതിലേറ്റവും വലുത് ഹിമാദ്രിയാണ്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. ആ കാര്യങ്ങൾ നോക്കി വയ്ക്കുക. ദെൻ നടുഭാഗത്തായി കാണുന്നത് ഹിമാചലാണ്. ഏറ്റവും പുറത്തായിട്ട് കാണുന്നത് സിവാലിക്കാണ്, അഥവാ ഏറ്റവും ചെറിയ പർവ്വതനിര സിവാലിക്കാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. ഹിമാലയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്, നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം: 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. 2011 സെൻസസ് പ്രകാരം ജനസാന്ദ്രതയിൽ 1ാമത് നിൽക്കുന്ന സംസ്ഥാനം ബീഹാറാണ്. അപ്പോൾ 2011 ശേഷം 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നത്. പക്ഷേ കൊറോണ കാരണവും പല കാരണങ്ങളാലും നമ്മുടെ സെൻസസ് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ 2011 സെൻസസ് പ്രകാരം തന്നെയായിരിക്കും ഇനിയുള്ള ചോദ്യങ്ങളും ഉണ്ടാവുക. അതുപോലെ നമ്മുടെ ബഡ്ജറ്റ്, എക്കണോമിക് സർവേ തുടങ്ങിയ വിവരങ്ങളിൽ നിന്ന് നമുക്ക് പുതിയ വിവരങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ, കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത്, ഗോതമ്പ് കൃഷി ചെയ്യുന്നത്, ജനസംഖ്യ കൂടുതലുള്ളത്, അങ്ങനത്തെയൊക്കെ ചില വിവരങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അതുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. ദെൻ ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി രേഖ അറിയപ്പെടുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ അതിർത്തി രേഖ റാഡ്ക്ലിഫ് രേഖ. ഇതിൽ മക്മോഹൻ രേഖ തന്നിട്ടുണ്ട്. മക്മോഹൻ രേഖ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തിയാണ് കേട്ടോ, പ്രത്യേകം നോക്കി വയ്ക്കുക. അതുപോലെ ഡ്യൂറൻറ്റ് രേഖ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള, അഥവാ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയാണ് ഈ ഡ്യൂറൻറ്റ് രേഖ. ദെൻ സിവാലിക് രേഖ അങ്ങനെ ഒരു സാധനമല്ല, നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. സിവാലിക് പർവ്വതനിരകളാണുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു രേഖ നമുക്ക് പഠിക്കാനൊന്നുമില്ല. റാഡ്ക്ലിഫ് രേഖയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തിയായിട്ട് പറയുന്നത്. ദെൻ അടുത്ത് നോക്കാം: മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? മുംബൈ തുറമുഖത്തിൻ്റെ തിരക്ക് കുറയ്ക്കാൻ നിർമ്മിക്കപ്പെട്ട തുറമുഖങ്ങൾ ഏവ? കാണ്ഡലയും നവക്ഷേവയുമാണ്. കാണ്ഡല, നവക്ഷേവ. അപ്പോൾ ഈ 2 വളരെ പ്രധാനപ്പെട്ടതാണ്, നോക്കി വയ്ക്കുക. കാണ്ഡല, നവക്ഷേവ. അപ്പോൾ ഈ തുറമുഖങ്ങൾ, പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ, അതുപോലെ തന്നെ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങൾ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടത് എന്നൊക്കെ നോക്കി വയ്ക്കുക. നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. അദാനി ഗ്രൂപ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഡെവലപ്മെൻറ്റുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക.
ദെൻ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ പശ്ചിമ തീരത്തുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരത്തുള്ള പ്രധാനപ്പെട്ട മറ്റ് തുറമുഖങ്ങൾ ഏതൊക്കെയാണ്? മുംബൈ, അതുപോലെ തന്നെ മർമഗോവ, ദെൻ കൊച്ചി തുടങ്ങിയ തുറമുഖങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക. മുദ്ര പോർട്ട്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തുറമുഖങ്ങളാണ്. ദെൻ അതേപോലെ തന്നെ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളും അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പാരാദ്വീപ് തുടങ്ങിയ തൂത്തുക്കുടി, അതുപോലെ തന്നെ വിശാഖപട്ടണം തുടങ്ങിയ ദ്വീപുകൾ. കൊൽക്കത്ത ഏക നദീജന്യ ദ്വീപാണ് അല്ലേ, ഇന്ത്യയിലെ ഏക നദീജന്യ ദ്വീപാണ് കൊൽക്കത്ത. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് തുറമുഖങ്ങളെക്കുറിച്ചുള്ളത്. ഒന്ന് നോക്കി വെച്ചോളാം. ഓരോ ചോദ്യങ്ങൾ ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ആ ഭാഗങ്ങൾ മുഴുവനായിട്ടും പഠിച്ചു വയ്ക്കുക. അപ്പോൾ തുറമുഖത്തു നിന്ന് അവിടെ ചോദ്യം കണ്ടു. അപ്പോൾ തുറമുഖം എന്ന ഭാഗത്തു നിന്ന് ഇനിയൊരു ചോദ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുതാൻ തയ്യാറായിരിക്കണം, പ്രിപ്പയർഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഈ പ്രീവിയസ് ചോദ്യങ്ങൾ മാത്രം, ആ ചോദ്യവും ഉത്തരവും മാത്രം പഠിച്ചു പോയതുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് വന്നോളണം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പാസ്സായിക്കൊള്ളണം എന്നില്ല. നമുക്ക് ഓരോ മാർക്കും നമ്മുടെ റാങ്കിനെ നിശ്ചയിക്കും. അതുകൊണ്ട് തന്നെ ഓരോ ടോപ്പിക്കും, നമ്മുടെ ചോദ്യം വന്നിട്ടുള്ള ഓരോ ടോപ്പിക്കും വൃത്തിയിൽ പഠിച്ചിട്ട് മുന്നോട്ട് പോവുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കൻ സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ ഏവ എന്നാണ് ചോദ്യം. വടക്കൻ സമതലങ്ങൾ അല്ലേ, ഗംഗാ ബ്രഹ്മപുത്ര സമതലങ്ങളിൽ കാണപ്പെടുന്ന 3 പ്രധാന മേഖലകൾ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിവയാണ്. ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഇപ്പോൾ ഇവിടെ എക്കൽ സമതലങ്ങൾ തന്നിട്ടുണ്ട്. എക്കൽ സമതലങ്ങളിൽ പ്രധാനപ്പെട്ട 2 മണ്ണുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അത് ഏതൊക്കെയാണ്? ഖാദറും ബങ്കറുമാണ്. അതിൽ ഖാദർ എന്ന് പറഞ്ഞാൽ പുതിയ എക്കലും ബങ്കർ എന്ന് പറഞ്ഞാൽ പഴയ എക്കലുമാണ്. ഇതിൽ ബാബർ, ടെറായ് എന്ന റീജിയൻ കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പുഴ ഉത്ഭവിക്കുന്ന ഭാഗങ്ങളിൽ കൂടുതൽ പാറക്കെട്ടുകളൊക്കെ ഉള്ള ഭാഗമാണ് ബാബർ എന്ന് പറയുന്ന ഭാഗം. അത് കഴിഞ്ഞാൽ അതൊരു ചതുപ്പിലോട്ട് കിടക്കും. അതാണ് ഈ ടെറായ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ വനങ്ങളൊക്കെ കാണപ്പെടുന്ന പ്രദേശം ഏതാണ്, ഈ വനങ്ങൾ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഉത്തരം ടെറായ് ആണ് അവിടെ വരിക. അപ്പോൾ ബാബർ, ടെറായ്, അതുപോലെ തന്നെ എക്കൽ സമതലങ്ങൾ, അതിൽ വരിക ഖാദറും ബങ്കറുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വടക്കൻ സമതലങ്ങളിൽ കാണുന്ന ഭാഗങ്ങൾ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. മണ്ണിൻ്റെ ഭാഗത്ത് നിന്നുള്ളതാണ്, എക്കൽ സമതലങ്ങളുടെയൊക്കെ ഭാഗത്ത് നിന്നുള്ള ഒരു ചോദ്യമാണത്. നമ്മുടെ പുഴയുടെ ഉത്ഭവങ്ങൾ അല്ലേ, ഹിമാലയൻ നദികൾ കൊണ്ടുവരുന്ന നിക്ഷേപങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന ഭൂപ്രദേശങ്ങളാണ് ഈ പറയുന്ന പേരുകളിൽ അറിയപ്പെടുന്നത്. ദെൻ അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം. ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ നിറമാണ് കേട്ടോ. ഭൂപടങ്ങളിൽ കൃഷി സ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ നിറം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത NW1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ചോദ്യം. NW1 ഗംഗയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അറിയുന്നവർ NW1 ഏത് മുതൽ ഏത് വരെയാണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ചോദ്യമാണ്, സ്ഥിരം ചോദ്യമാണ് NW1. ഇത് പഠിക്കാതെ പോകരുത്. NW1, NW2, NW3, NW4, NW5 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 5 എണ്ണം, ഈ 5 എണ്ണമെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും ഈ കാര്യത്തിൽ നോക്കി പോവുക. നമുക്കറിയാം NW2 ബ്രഹ്മപുത്ര നദിയിലാണ്, NW3 നമ്മുടെ കേരളത്തിലാണ് അല്ലേ. കേരളത്തിൽ നമ്മുടെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ ഉള്ള അപ്പോൾ നമുക്ക് നീട്ടിയിട്ടുണ്ട്. കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് NW3 എന്നിവ. ദെൻ NW4 NW5 നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ദെൻ അടുത്ത ചോദ്യം നോക്കാം. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ്ജ സ്രോതസ്സ് ഏതാണ്? സൗരോർജ്ജമാണ് ഇവിടെ തന്നിരിക്കുന്നതിൽ ഉത്തരമായിട്ടുള്ളത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം എന്നിവയെല്ലാതും പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ സൗരോർജ്ജം, അതുപോലെ തന്നെ കാറ്റിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജമൊക്കെ, തിരമാലകളിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജമൊക്കെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ളതാണ്. അതൊന്ന് നോക്കി വയ്ക്കുക. പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുമാണ്. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളിലാണ് ഈ സൗരോർജ്ജം, കാറ്റിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജമൊക്കെ ഉൾപ്പെടുന്നത്. മറ്റേത് പാരമ്പര്യ ഊർജ്ജത്തിൽ പെട്രോളിയം പോലെയുള്ള പ്രൊഡക്റ്റുകളാണ്, അതിൽ നിന്നുണ്ടാക്കുന്ന ഊർജ്ജമാണ് നമ്മൾ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത്. ദെൻ അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അപ്പോൾ ബാരൻ ദ്വീപ്, ഒരു ചോദ്യം അവിടെ നിന്ന് നമുക്ക് കിട്ടി, ഒരു ഉത്തരം കിട്ടി. ഏക സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപിലാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്, ബാരൻ ദ്വീപിലാണ്. ദെൻ അടുത്ത ചോദ്യം. അപ്പോൾ ഒരു കാര്യം കൂടി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. റീസെൻ്റായിട്ട് ഏതെങ്കിലുമൊക്കെ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിയിട്ടുണ്ടെങ്കിലോ
ഏതെങ്കിലും രാജ്യങ്ങളിൽ അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടെങ്കിലോ സുനാമി പോലെയുള്ള അല്ലെങ്കിൽ കൊടുങ്കാറ്റുകൾ പോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിലോ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. കാരണം കറണ്ട് അഫെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജിയോഗ്രഫിയുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യങ്ങളാവും കൂടുതൽ വരിക. എങ്കിൽ പോലും ഈ കറണ്ട് അഫെയർ എന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡിഗ്രി പ്രിലിംസ് പോലെ അല്ലെങ്കിൽ ഡിഗ്രി മെയിൻസ് പോലെയുള്ള 10th മെയിൻസ് പോലെയുള്ള എക്സാമുകൾക്കൊക്കെ അങ്ങനത്തെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണിനെ അറിയപ്പെടുന്ന പേര് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ഖാദർ എന്നാണ്. ഖാദർ എന്നാണ് സമതലങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത്. അപ്പോൾ ബങ്കർ എന്താണ്? പഴയ എക്കൽ മണ്ണാണ് ബങ്കർ, പുതിയത് ഖാദർ. ദെൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഭൂവിഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ ഉപദ്വീപീയ പീഠഭൂമി. ഇവിടെ ഭൂവിഭാഗം ചോദിച്ചതുകൊണ്ടാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് നമ്മൾ ഉത്തരം എടുത്ത് എഴുതിയത്. അതിൽ നമുക്ക് പ്രത്യേകം എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ എന്ന് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതാവും ഉത്തരം വരിക കേട്ടോ. ദെൻ അടുത്ത് നോക്കാം, ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏത്? അപ്പോൾ അന്തരീക്ഷ പാളികൾ എന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇവിടുത്തെ ഉത്തരം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ് കേട്ടോ. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഏതൊക്കെ പാളികളിൽ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഉള്ളത്. ഇപ്പോൾ റേഡിയോ വേവ്സ് അല്ലെങ്കിൽ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കാൻ കൂടുതൽ സൗകര്യമുള്ളത് ഏത് പാളിയിലാണ്? അതുപോലെ നമ്മുടെ ചൂടിനെ കൂടുതലായിട്ടും പ്രതിഫലിപ്പിക്കുന്ന പാളി ഏതാണ്? അതുപോലെ ചൂട് കൂടി വരുന്ന മുകളിലോട്ട് പോകും തോറും ചൂട് കൂടി വരുന്ന പാളി ഏതാണ് എന്നുള്ള കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും നോക്കി വയ്ക്കുക. അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിലിടുക. അപ്പോൾ വീഡിയോ കാണുന്ന ബാക്കിയുള്ളവർക്ക് കൂടി അത് ഗുണകരമാവും അല്ലേ. അപ്പം നമ്മളും നമുക്കുള്ള അറിവ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പഠിച്ചു പോവുക. കൂടുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമുക്ക് കൂടുതലായിട്ടും ഗുണേ ചെയ്യുള്ളൂ. ആ കാര്യങ്ങളോട് നിങ്ങൾ ആലോചിക്കുക. നിങ്ങൾക്ക് അറിയണത് പരമാവധി റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ താഴെ തന്നിരിക്കുന്നവയിൽ പുരാതനമായ കിഴക്കൻ തീര തുറമുഖം ഏതാണ്? കിഴക്കൻ തീര തുറമുഖമാണ് ചോദ്യം. പുരാതനമായതാണ് ചെന്നൈ തുറമുഖമാണ്. ചെന്നൈ പോർട്ടാണ് ഏറ്റവും പുരാതനമായ കിഴക്കൻ തീര തുറമുഖം. അപ്പോൾ കണ്ടില്ലേ, തുറമുഖം എന്ന ഭാഗത്തു നിന്നുള്ള അടുത്ത ചോദ്യമാണ്. നേരത്തെ നമ്മളൊരു ചോദ്യം കണ്ടു അല്ലേ. ഇവിടെ തുറമുഖം എന്ന ഭാഗത്തു നിന്നുള്ള അടുത്തൊരു ചോദ്യം തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നത് ഓപ്ഷൻസ് ഒന്ന് നോക്കൂ, തൂത്തുക്കുടി, പാരദ്വീപ്, വിശാഖപട്ടണം. അപ്പോൾ തന്നിരിക്കുന്നത് എല്ലാതും 4 ഓപ്ഷനും കിഴക്കൻ തീര തുറമുഖമാണ്. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം പുരാതനമായത് ഏതാണെന്നാണ്. ചെന്നൈയാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ. ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഐസോതെറമാണ്. ഐസോതെറം. ഇവിടെ ഐസോ ബാറുകളും ഐസോ ഹാലീനൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പ്രത്യേകം നോക്കി വയ്ക്കുക. ഒരേ പ്രഷറൊക്കെ അനുഭവപ്പെടുന്നതിനെയാണ് ഐസോ ബാറുകൾ എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഒരേ ഉപ്പിൻ്റെ അളവ് ഉള്ള ഭാഗങ്ങൾ തമ്മിൽ കൂട്ടി വരയ്ക്കുന്ന ലൈനാണ് ഐസോ ഹാലൈൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ദെൻ അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് ബ്രഹ്മപുത്ര, സത്ലജ്, ഗോദാവരി, യമുന എന്നിവയാണ്. ഈ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടുള്ള നദി യമുനയാണ് കേട്ടോ. ഈ തന്നിരിക്കുന്നവയിലല്ല, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദികളിലൊന്നാണ് യമുന എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരമായിട്ടുള്ള ഡൽഹിയിൽ കൂടെ ആഗ്രയിലൂടെയൊക്കെ ഒഴുകുന്ന നദിയാണ് യമുന. ഗംഗയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് യമുന. അതൊന്ന് നോക്കി വയ്ക്കുക. ഗംഗയുടെ ട്രിബ്യൂട്ടറികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 4-5 എണ്ണമെങ്കിലും നോക്കി വയ്ക്കുക. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉപദ്വീപീയ നദികളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഗോദാവരി, നർമ്മദ, മഹാനദി, ബ്രഹ്മപുത്ര എന്നിവയാണ് ഓപ്ഷൻസ്. ഉത്തരം ബ്രഹ്മപുത്രയാണ്. നമുക്കറിയാം, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ബ്രഹ്മപുത്രയാണ് ഉപദ്വീപീയ നദികളിൽ പെടാത്തത്. നമുക്ക് പഠിക്കാനുള്ള നദികളെ ഉപദ്വീപീയ നദികളെന്നും ഹിമാലയൻ നദികളെന്നും തരംതിരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ ഹിമാലയൻ നദികളിൽ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ 3 നദികളാണ് നമുക്ക് പഠിക്കാനുള്ള, അവയുടെ കൈവഴികളും. ദെൻ നമുക്ക് പഠിക്കാനുള്ള ഉപദ്വീപീയ നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗോദാവരി, നർമ്മദ, മഹാനദി, താപ്തി, കൃഷ്ണ, കാവേരി തുടങ്ങിയവ. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, നോക്കി വയ്ക്കുക. അതിലേറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ് ഉത്തരം. ദെൻ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ ഉപദ്വീപീയ നദി നർമ്മദയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. നമ്മൾ ഇത്ര കാലം നമ്മൾ പഠിച്ചത് നമ്മൾ കാവേരി ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക, പക്ഷേ പുതിയ ടെക്സ്റ്റിൽ മാറിയിട്ടുണ്ട്. ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. NCERT ടെക്സ്റ്റിലൊക്കെ പണ്ട് മുതൽക്ക് തന്നെ ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. അപ്പോൾ അതൊക്കെ പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം.
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഉത്തര മഹാസമുദ്രമാണ്. ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കൃഷിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗവും ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതൊക്കെ കൃഷിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമുദ്രമാണ്. നമ്മുടെ ഗംഗയും ബ്രഹ്മപുത്രയും സിന്ധുവിൻ്റെ ഇടയിലുള്ള ആ ഒരു ഭാഗം ഏറ്റവും ഫലപുഷ്ടി കൂടിയിട്ടുള്ള ഭാഗമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് മൗസിൻഡ്രം എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. മൗസിൻഡ്രമും ചിറപുഞ്ചിയും ഒക്കെ മേഘാലയയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ഇവ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും. ഇപ്പോൾ അത് നിലവിലെ മൗസിൻഡ്രമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. അപ്പോൾ മൗസിൻഡ്രം ഏത് കുന്നുകളിലാണ് എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. ഖാരോ ഖാസി കുന്നുകൾ നമുക്കറിയാം. അതിൽ ഖാസി കുന്നുകളിലാണ് മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ അടുത്ത കാലത്ത് ഡിഗ്രി ലെവൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏത് മലനിരകളിലാണ് മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത് എന്ന്. ഖാസി മലനിരകളിലാണ് ഈ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്നത്. ദെൻ ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 14 ലോക ഓസോൺ ദിനം സെപ്റ്റംബർ 16. അപ്പോൾ ഓസോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളാം. ഓസോൺ കാണുന്ന ലെയർ, അറ്റ്മോസ്ഫിയറിക് ലെയർ സ്ട്രാറ്റോസ്ഫിയർ ആണ്. ദെൻ ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരനാണ്. അപ്പോൾ മണികരൻ മാത്രമല്ല, മറ്റ് ചില പ്രദേശങ്ങൾ കൂടിയുണ്ട്. അതുകൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഇന്ത്യയിലെ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം മണികരൻ, ഏറ്റവും വലുത് മണികരനാണ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചോളാം. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാലും അരുണാചൽ പ്രദേശാണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ഇന്ത്യയിൽ തിരിച്ച് ചോദിച്ചാലോ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ബീഹാറാണ് ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ഏറ്റവും ജനസംഖ്യ കൂടിയത് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. ഏറ്റവും ജനസംഖ്യ കുറഞ്ഞത് ചോദിച്ചാൽ സിക്കിമാണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം സോജില ചുരമാണ്. ശ്രീനഗർ, കാർഗിൽ എന്നിവയുമായി ബന്ധിപ്പിക്കുന്ന ചുരം സോജില ചുരമാണ്. സോജില ചുരം. ദെൻ ബാക്കി ചുരങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ ചുരങ്ങൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഷിപ്കില ചുരം, നാഥുല ചുരം, ലിപ്പുല ചുരം, ഈ ചുരങ്ങളൊക്കെ ഈ ല എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ചുരം എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ചുരങ്ങളൊക്കെ ഏതൊക്കെ ഭാഗങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ മുന്നേയുള്ള ക്ലാസ്സുകളിൽ തന്നെ ചുരങ്ങൾ എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ദെൻ ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത് ഖാരിഫ് കാലമാണ്. ഖാരിഫ് വിളയാണ് ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്നത്. ദെൻ അതിനുശേഷം നവംബറിന് ശേഷം അങ്ങോട്ട് കൃഷി ചെയ്യുന്നത് റാബി വിളകളാണ്. ദെൻ മാർച്ച്, ഏപ്രിൽ, മെയ് ആ ഒരു സമയങ്ങളിലാണ് സെയ്ദ് വിളവെടുപ്പ് നടക്കുന്നത്. സെയ്ദ് കൃഷിക്കാലം ആ ഒരു കാലഘട്ടമാണ്, മാർച്ച്, ഏപ്രിൽ, മെയ് എന്നീ കാലങ്ങൾ. ദെൻ ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത. നേരത്തെ ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞൊരു ചോദ്യമാണിത്. NW2, NW3 ഒക്കെ ഏത് മുതൽ ഏത് വരെ ബന്ധിപ്പിക്കുന്നു എന്നുള്ളത്. അവിടെ ഒരെണ്ണത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. NW2 ബന്ധിപ്പിക്കുന്നത് സാധ്യ മുതൽ ധൂബ്രി വരെയാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് ഈ വാട്ടർ വേസ് കിടക്കുന്നത്. അപ്പോൾ വാട്ടർ വേസിലെ ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ജിയോഗ്രഫി പോർഷനിൽ. ഈ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നതിൻ്റെ തെളിവ് തന്നെയാണ് ഈ വീഡിയോ കേട്ടോ. മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇതിലധികം ചോദ്യങ്ങളുണ്ട്. ഇതിൽ ഒരു 2-3 കൊല്ലത്തെ ചോദ്യപേപ്പറുകളെ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളൂ. ഇതിലധികം ചോദ്യങ്ങൾ, നമുക്കൊരു 10 കൊല്ലത്തെ ചോദ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലധികം ചോദ്യങ്ങൾ കിട്ടും. ഏകദേശം ഇതേ ഭാഗങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്താൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. വളരെ റെയറായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അത്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ നെല്ലറ എന്നൊക്കെ അറിയപ്പെടുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ചോദിച്ചാൽ ഉത്തരം കുട്ടനാടാണ്. പക്ഷേ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ചോദിച്ചാൽ പാലക്കാടാണ് ഉത്തരമായിട്ട് വരുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ദെൻ
താഴെ തന്നിരിക്കുന്നതിൽ ഹിമാലയത്തിൽ കാണപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം, അഥവാ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ലഡാക്ക്, സസ്കർ, കാരക്കോറം എന്നിവയാണ് ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ലഡാക്ക്, സസ്കർ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. അതിൽ കാരക്കോറം നാഗാ കുന്നുകൾ എന്നാണ് ഓപ്ഷൻ ബി തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാഗാ കുന്നുകൾ അതിൽ ഉൾപ്പെടില്ല. അതുകൊണ്ട് തന്നെ തെറ്റായ ഓപ്ഷനാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ 3 എണ്ണമാണ് ഈ ട്രാൻസ് ഹിമാലയൻ നിരകളിൽ വരുന്നത്. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 നിരകളാണ് നമ്മുടെ ട്രാൻസ് ഹിമാലയൻ മലനിരകളിൽ ഉൾപ്പെടുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം നേരത്തെ നോക്കിയിരുന്നു. അപ്പോൾ ഹിമാലയത്തിൻ്റെ ഡിവിഷനുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാലയത്തെ പല ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയൊക്കെ നമ്മൾ ഹിമാലയത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി വയ്ക്കുക. ഹിമാലയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുള്ളതാണ്. ദെൻ ഈ പറഞ്ഞ നാഗാ കുന്നുകളൊക്കെ നാഗാലാൻഡ് ഈ കിഴക്കൻ ഭാഗത്തേക്ക് ഹിമാലയത്തിൻ്റെ കിഴക്കൻ ഭാഗങ്ങളിലായിട്ട് കാണപ്പെടുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഹിമാലയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കാണ് കൂടുതൽ ടഫായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഇതേപോലത്തുള്ള സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാവും വരാൻ സാധ്യത. ദെൻ മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തൂടെ കടന്നു പോകുന്ന പ്രധാന റെയിൽവേ ശൃംഖലയാണ് കൊങ്കൺ റെയിൽവേ കേട്ടോ, കൊങ്കൺ റെയിൽവേ. ദെൻ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം UP, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ദെൻ 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം എന്ന് തന്നെയാണ്. 1 ലക്ഷത്തിലധികവും 10 ലക്ഷത്തിൽ താഴെയുമുള്ള ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്നത് നഗരം എന്നാണ്. അപ്പോൾ മെഗാ നഗരം, പട്ടണം, മെട്രോപൊളിറ്റൻ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നതിൻ്റെ ആ ക്ലാസിഫിക്കേഷൻ എന്താണ്, അല്ലെങ്കിൽ എത്ര ലക്ഷത്തോളം ജനങ്ങളുള്ളതിനെയാണ് മറ്റ് പേരുകളിൽ അറിയപ്പെടുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റി അഥവാ മെഗാ നഗരം, പട്ടണം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളാം. അടുത്ത ചോദ്യം, മണികരൻ താപോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അപ്പോൾ മണികരനെ കുറിച്ചുള്ള രണ്ടാമത്തെ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മണികരൻ താപോർജ്ജ കേന്ദ്രം ഹിമാചൽ പ്രദേശിൽ. ദെൻ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികൾ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം പിന്നീടും ഈ ഉത്തര മഹാസമതലത്തെക്കുറിച്ചുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ഒന്നിലധികം ചോദ്യങ്ങളായി നമ്മളിവിടെ കാണുന്നു. ഉത്തര മഹാസമതലമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ സിന്ധു, ബ്രഹ്മപുത്ര, ഗംഗ നദികളിലെ എക്കൽ മണ്ണ് കൊണ്ട് രൂപപ്പെട്ടുള്ള ഭൂപ്രദേശമാണ് ഈ ഉത്തര മഹാസമതലം എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പവുമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും വലുതുമായിട്ടുള്ള സ്റ്റീൽ പ്ലാന്റ് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ അടുത്ത് നോക്കാം, ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവയാണ്. അപ്പോൾ ഈ 4 രാജ്യങ്ങളും ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ തന്നെയാണ് കേട്ടോ. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. അപ്പോൾ ഏതൊക്കെയാണ് കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങൾ? പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ, ദെൻ മ്യാൻമാർ, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. അതുപോലെ തന്നെ ശ്രീലങ്ക, മാലിദ്വീപ്സ് എന്നിവ ഇന്ത്യയുമായി സമുദ്ര അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യങ്ങളാണ്. ദെൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം മൗണ്ട് എവറസ്റ്റ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ഏറ്റവും ഉയരം കൂടിയത് മൗണ്ട് എവറസ്റ്റ്. 2ാം സ്ഥാനം മൗണ്ട് K2 ആണ് കേട്ടോ. ദെൻ 3ാം സ്ഥാനം കാഞ്ചൻജംഗയ്ക്കാണ്. ദെൻ അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഇന്ത്യൻ റിവേഴ്സ് ഈസ് നോട്ട് ട്രൂ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. ദ ചെനാബ് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഗോദാവരി ഈസ് ദ ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. ദെൻ ദ സർദാർ സരോവർ ഡാം ഹാസ് ബീൻ ബിൽറ്റ് ഓവർ നർമ്മദ റിവർ ഇൻ ഗുജറാത്ത്. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ സി ആണ്. ദ കൃഷ്ണ റൈസസ് ഇൻ ദ ബ്രഹ്മഗിരി റേഞ്ച് ഓഫ് വെസ്റ്റേൺ ഘട്ട് എന്നത് തെറ്റാണ്. കൃഷ്ണയല്ല, ബ്രഹ്മഗിരി നിരകളിൽ നിന്നും ഉത്ഭവിക്കുന്നത് കാവേരിയാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇൻഡസിൻ്റെ സിന്ധു നദിയുടെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ചെനാബാണ്. ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഉപദ്വീപീയ നദി, ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഗോദാവരിയാണ്. നർമ്മദ റിവറിന് കുറുകെയാണ് സർദാർ സരോവർ ഡാം പണിതിട്ടുള്ളത്. അതുപോലെ ബ്രഹ്മഗിരി നിരകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. ഈ കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് ശരിക്കും ബ്രഹ്മഗിരി നിരകളിൽ നിന്നുമല്ല, മഹാബലേശ്വർ കുന്നുകളിൽ നിന്നുമാണ്. അപ്പോൾ മറ്റ് നദികൾ കൂടി നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഗോദാവരി, അതുപോലെ തന്നെ മഹാനദി, ദെൻ നമ്മളുടെ നർമ്മദ, അതുപോലെ താപ്തി റിവർ, ഇതൊക്കെ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് എന്നുകൂടി ഒന്ന് നോക്കി വയ്ക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒന്ന് നോക്കി വയ്ക്കുക. PSCയുടെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളിൽ ഇങ്ങനെ ടഫായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ
നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ, ഈ പോർഷനുകളൊക്കെ നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമായി. അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്കവിടെ തെറ്റില്ല. അത് പഠിക്കാതെ പോയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് അവിടെ ആ മാർക്ക് പോകുമ്പോൾ നമുക്ക് ഈ മാർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് ബെനിഫിറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, ഈ ടോപ്പിക്കുകൾ നിങ്ങൾ പ്രത്യേകം നോക്കി വയ്ക്കുക. ഓരോ മാർക്കും വിലപ്പെട്ടതാണ് കേട്ടോ. ഈ 5 or 6 മാർക്ക് ആണ് നമുക്ക് ഓരോ ജിയോഗ്രഫി പോർഷനിൽ നിന്നും ഓരോ പരീക്ഷയ്ക്കും നമുക്ക് കിട്ടാറുള്ളത്. ചിലപ്പോൾ ഒരു 4 or 5 ചോദ്യങ്ങളാവും ചില പരീക്ഷകൾക്ക് നമുക്ക് കിട്ടുക. എന്ത് വന്നാലും 5 മാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ്. അത് കളയരുത്. നെഗറ്റീവ് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? സിവാലിക് എന്ന പേരിലാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരകളുടെ ഏറ്റവും വടക്ക് ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഹിമാദ്രിയാണ്. തെക്ക് ഭാഗം സിവാലിക്കാണ്. നടുവിലായിട്ടാണ് ഹിമാചൽ കാണുന്നത്. ഏറ്റവും ഉയരം കൂടിയത് ഹിമാദ്രിയാണ്. ഇന്ത്യയിൽ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടത് എവിടെ? വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് നമ്മുടെ വിഴിഞ്ഞത്താണ്. നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇന്ത്യയിലെ ആദ്യമായി തിരമാലകളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് വിഴിഞ്ഞത്താണ്. ഏറ്റവും നീളം കൂടിയ അന്താരാഷ്ട്ര അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം പശ്ചിമ ബംഗാളാണ്. ആരുമായിട്ടാണ്? ബംഗ്ലാദേശുമായിട്ടാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കുവയ്ക്കുന്നത് ബംഗ്ലാദേശുമായിട്ടാണ് ഇന്ത്യ. അത് തന്നെ ഏറ്റവും കൂടുതൽ പങ്കുവയ്ക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ പശ്ചിമ ബംഗാളുമാണ്. അപ്പോൾ നമ്മുടെ അതിർത്തികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കടൽ തീരം എന്നിവയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇടയ്ക്ക് വന്നിട്ടുള്ള നമ്മുടെ ടെക്സ്റ്റുകളിലും നമ്മുടെ റിപ്പോർട്ടുകളിലും ഒക്കെ ആയിട്ട് നമ്മുടെ അതിർത്തിയൊക്കെ പുനർനിശ്ചയിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ അതിർത്തിയുടെ കടൽ തീരത്തിൻ്റെയൊക്കെ ദൈർഘ്യം വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചോളുക. കാരണം അതൊക്കെ വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെയൊക്കെ മെയിൻസ് പരീക്ഷയ്ക്കൊക്കെ അല്ലെങ്കിൽ SI മെയിൻസിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വളരെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ പ്രത്യേകം നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം നാഗ്പൂരാണ്. ഇന്ത്യയുടെ ഏറ്റവും സെൻട്രലായിട്ട് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് നാഗ്പൂർ എന്നത്. ഇന്ത്യയുടെ കേന്ദ്ര ഭാഗമായ നഗരം നാഗ്പൂർ. ഇന്ത്യയുടെ കേന്ദ്രം എന്നല്ല ചോദിച്ചിട്ടുള്ളത്, ഇന്ത്യയുടെ ജിയോഗ്രഫിക്കലി കേന്ദ്ര ഭാഗമായിട്ടുള്ള നഗരമാണ് നാഗ്പൂർ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി, നേരത്തെ നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നു അല്ലേ? കാവേരി നദിയാണ് കേട്ടോ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നത് കാവേരി. ബാക്കി നദികളുടെ കബനി, ബ്രഹ്മപുത്ര, ഗംഗ, കാവേരി അങ്ങനത്തെ നദികളുടെയൊക്കെ ഒരു ഉത്ഭവം എവിടുന്നാണെന്നും പതന സ്ഥാനം എവിടെയാണെന്നുള്ളതും നിങ്ങൾ നോക്കിക്കുക. വളരെ പ്രധാനപ്പെട്ട നദികളുടെ. കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട 1-2 നദികളുടെ, പെരിയാർ, പമ്പ, അതുപോലെ തന്നെ നമ്മുടെ നിള, ഭാരതപ്പുഴ, അങ്ങനത്തെ 2-3 നദികളും നിങ്ങൾ പ്രത്യേകം നോക്കി വയ്ക്കുക. മറ്റേത് ഉപദ്വീപീയ നദികളും ഹിമാലയൻ നദികൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഉപദ്വീപീയ നദികളിൽ ഈ ഒരു 5-6 എണ്ണം, നർമ്മദ, താപ്തി, മഹാനദി, ഗോദാവരി, കാവേരി, കൃഷ്ണ, ഈ നദികൾ പ്രത്യേകം നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണ് ചോദ്യം. പ്രസ്താവന നോക്കാം. പുതിയ എക്കൽ നിക്ഷേപങ്ങൾ ഖാദർ എന്നറിയപ്പെടുന്നു. നമുക്കറിയാം, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നു. ശരിയാണ്, കറുത്ത മണ്ണിനെ റിഗർ എന്ന് വിളിക്കുന്നുണ്ട്. കറുത്ത മണ്ണിനെ ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കുറവാണ്. അത് തെറ്റാണ് കേട്ടോ. കറുത്ത മണ്ണിനെ ഈർപ്പം വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, എക്കൽ മണ്ണിന് ഫലപുഷ്ടി കുറവാണ്. തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്കൽ മണ്ണിന് ഫലപുഷ്ടി കൂടുതലാണ് എന്നതാണ് ശരി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 3ഉം 4ഉം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അത് ശരിയാക്കി ഞാൻ പറഞ്ഞു, പ്രത്യേകം നോക്കി വയ്ക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? മുംബൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് മുംബൈയിലാണ്. 3 തലസ്ഥാനങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം നടന്ന സമയത്ത് ആന്ധ്രാപ്രദേശിന് 3 സംസ്ഥാനങ്ങൾ രൂപീകരിക്കുകയുണ്ടായി. അതൊന്ന് നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാൽ ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലസേചന കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലിൽ നിന്ന് ഗുണഭോക്താക്കളായിട്ടുള്ള ഏറ്റവും വലിയ സംസ്ഥാനം, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കനാലിൻ്റെ ഉപഭോക്താക്കളായിട്ടുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഉത്തരം വരേണ്ടത് രാജസ്ഥാനാണ് കേട്ടോ. ശ്രദ്ധിച്ചു വയ്ക്കുക. പരുത്തി തുണി വ്യവസായത്തിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം, ഇതാണ് അന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉത്തരം ഗുജറാത്തായിരുന്നു. ഇപ്പോൾ 1ാം സ്ഥാനത്ത് ഗുജറാത്താണ്. പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് ഗുജറാത്താണ് ഇപ്പോഴത്തെ ഉത്തരം. മഹാരാഷ്ട്രയായിരുന്നു അന്ന് 1ാം സ്ഥാനത്ത് നിന്നിരുന്നത്. അപ്പോൾ അത് കറണ്ട് അഫെയറിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. കറണ്ട് അഫെയർ ചോദ്യമാണ്. നമ്മുടെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പരുത്തി തുണി വ്യവസായത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്ത്. 2ാം സ്ഥാനത്തേക്ക് മഹാരാഷ്ട്ര മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ആനയാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ആന.
2010 ആനയെ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗമാക്കിയിട്ട് പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? കടുവയാണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവ. കടുവേനെ ആക്കണതിൻ്റെ മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു എന്നുള്ള കൂടി ആലോചിച്ച് വയ്ക്കുക. അടുത്ത ചോദ്യം, വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്ന ഋതു ഉഷ്ണകാലത്താണ് വരണ്ട ഉഷ്ണക്കാറ്റായ ലൂ അനുഭവപ്പെടുന്നത്. അപ്പോൾ ലൂ എന്ത് തരം കാറ്റാണ് എന്ന് ചോദ്യം വരും. ശൈത്യകാറ്റ്, കോൾഡ് വിൻഡ്, അതുപോലെ തന്നെ ഉഷ്ണക്കാറ്റ് എന്നൊക്കെ ഓപ്ഷൻസ് വന്നിട്ട് നമുക്ക് ഉത്തരം വരും. അപ്പോൾ ഉഷ്ണക്കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ വടക്കേ ഭാഗത്തേക്ക് വീശിയടിക്കുന്ന വരണ്ട കാറ്റാണ് ലൂ എന്ന് പറയുന്നത്. ദെൻ ദേശീയ ജലപാത NW1 ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. ഹാൽദിയ മുതൽ അലഹബാദ് വരെയാണ് ദേശീയ ജലപാത 1. അപ്പോൾ നേരത്തെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം തന്നെ ഇവിടെ ഉണ്ട്. ഹാൽദിയ മുതൽ അലഹബാദ് വരെ NW1, നേരത്തെ നമ്മൾ പഠിച്ചു. സാദ്യ മുതൽ ധൂബ്രി വരെ NW2, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ NW3, ദെൻ NW4, NW5 കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതലായി കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം ഇലപൊഴിയും കാടുകളാണ് ഉപദ്വീപീയ ഇന്ത്യയിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലം. ട്രോപ്പിക്കൽ ഡെസിഡിയസ് ഫോറസ്റ്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ദെൻ നിത്യഹരിത വനങ്ങൾ എന്നത് നമ്മുടെ സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്ന വനങ്ങളാണ് നിത്യഹരിത വനങ്ങൾ. ദെൻ അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാലയത്തെ സംബന്ധിച്ച് തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. തേയില കൃഷി ചെയ്യുന്ന മേഖലയാണ്. കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി എന്നിവ കൃഷി ചെയ്യുന്നു. ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ ഫലവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നു. പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണ്. അപ്പോൾ ഇതിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് പരുത്തി കൃഷി ചെയ്യുന്ന മേഖലയാണെന്നാണ്. പരുത്തി കൃഷി കറുത്ത മണ്ണിലാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അത് തന്നെ നമ്മുടെ ഡെക്കാൻ പീഠഭൂമിയിലാണ് കൂടുതലായിട്ടും ചെയ്തു വരിക. ഇവിടെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ശരിയാണ് ഹിമാലയത്തെ സംബന്ധിച്ചത്. ബാക്കിയൊക്കെ എന്തൊക്കെയാണ്? തേയില, കുങ്കുമപ്പൂവ്, ഉരുളക്കിഴങ്ങ്, ബാർലി, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്ന പ്രധാന മേഖലയാണ് ഹിമാലയ മേഖല. പരുത്തി കൃഷി ചെയ്യുന്നത് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി ഭാഗങ്ങളിലാണ്. ദെൻ ഇന്ത്യയിലെ പീഠഭൂമികളിൽ വലിപ്പം കൂടിയത് ഏതാണ്? ഉത്തരം ഡെക്കാൻ പീഠഭൂമി. നമുക്കൊക്കെ അറിയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഡെക്കാൻ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ദെൻ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് കേട്ടോ. ദെൻ താഴെ നൽകിയിരിക്കുന്ന സൂചനകൾ വായിച്ച് വിള ഏതാണെന്ന് കണ്ടെത്തുക എന്നാണ്. ഇന്ത്യയിൽ ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിളയാണ്. അപ്പോൾ 2ാം സ്ഥാനത്തുള്ള ഭക്ഷ്യവിള അവിടെ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ഉത്തരം ഗോതമ്പാണ്. റാബി വിളയാണ് എന്ന് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഗോതമ്പിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത്. അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിയുമെങ്കിൽ തന്നെ ഉത്തരം അവിടെ അറിയും. ഗോതമ്പിനെ കുറിച്ചുള്ള ബാക്കി സ്റ്റേറ്റ്മെൻറ്റുകളോട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. റാബി വിളയാണ്. ദെൻ 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 75 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ് ഗോതമ്പിൻ്റെ കൃഷിക്ക്. അപ്പോൾ നെല്ലിൻ്റെ കൃഷി ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ഖാരിഫ് വിളയാണ് നെല്ല്. ഉൽപ്പാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് നെല്ലാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യയിലെ ഭൂപ്രകൃതി ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്ത് ഇന്ത്യയിൽ കൂടുതലായി മഴ ലഭിക്കുന്നത് കിഴക്കൻ തീരസമുദ്രത്തിനാണ്. പ്രത്യേകിച്ച് തമിഴ്നാടിൻ്റെയൊക്കെ തീരദേശ ഭാഗങ്ങളിലേക്കാണ് കൂടുതലായിട്ടും മഴ ലഭിക്കുക. വടക്ക് കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം എന്നാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം നോക്കി വയ്ക്കുക. വളരെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, തഞ്ചാവൂർ ഏത് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു? കാവേരി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു. തഞ്ചാവൂർ കാവേരി നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നദികളും അവയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങളും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെച്ചോളുക. അപ്പോൾ നമ്മൾ ആഗ്രയുടെ കാര്യമൊക്കെ പഠിക്കാറുണ്ട്. ആഗ്ര താജ്മഹലിൻ്റെ തീരത്തൂടെ താജ്മഹൽ യമുനയുടെ തീരത്താണ് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, നദികളുടെ തീരത്തുകൂടി ഒഴുകുന്ന നദികൾ ഒഴുകുന്ന നഗരങ്ങൾ, ഏത് നഗരങ്ങളിലൂടെയാണ് ഈ നദികൾ ഒഴുകുന്നത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, ലിപ്പുലേക്ക് ചുരം ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ പ്രദേശങ്ങളെയാണ്? അപ്പോൾ ചുരങ്ങളെ പറ്റി ഒരു ചോദ്യം നമ്മൾ നേരത്തെ മുമ്പ് കണ്ടിട്ടുണ്ട്. ലിപ്പുലേക്ക് ചുരം ഉത്തരാഖണ്ഡ്, ടിബറ്റാണ്. നമ്മൾ നേരത്തെ സോജില ചുരമാണ് പറഞ്ഞത്. ശ്രീനഗർ, കാർഗിലിനെ ബന്ധിപ്പിക്കുന്നതാണ് സോജില ചുരം. അപ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശിനെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതൊക്കെ? അറബിക്കടലിൽ പതിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ചുവടെ തന്നിരിക്കുന്നത് സിന്ധു, മഹാനദി, നർമ്മദ, പെരിയാർ. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ സിന്ധു, നർമ്മദ, പെരിയാർ എന്നീ നദികളാണ് അറബിക്കടലിൽ പതിക്കുന്നത്. മഹാനദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. മഹാനദി, അതുപോലെ തന്നെ ഗോദാവരി, കാവേരി, കൃഷ്ണ തുടങ്ങിയ നദികളൊക്കെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. അതുപോലെ ഗംഗയുടെ കൈവഴികൾ, പ്രധാനപ്പെട്ട ഹൂഗ്ലി പോലെയുള്ള കൈവഴികൾ, ദെൻ ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളും ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതാണ്. പക്ഷേ
അറബിക്കടലിൽ പതിക്കുന്ന ഏക ഹിമാലയൻ നദിയാണ് സിന്ധു എന്നത്. അതൊന്ന് പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ദെൻ കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളെല്ലാതും തന്നെ അറബിക്കടലിലാണ് പതിക്കുന്നത്. 3 നദികളാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നതായിട്ട് അഥവാ കിഴക്കോട്ട് ഒഴുകുന്നതായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതൊന്ന് നോക്കി വയ്ക്കുക. പാമ്പാറ്, കബനി, ഭവാനി എന്നീ നദികളാണ് അവ. ബാക്കി 41 നദികളും കിഴക്കോട്ട് ഒഴുകിയിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകിയിട്ട് അറബിക്കടലിൽ പതിക്കുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. 8.4 ഡിഗ്രി നോർത്ത് ടു 37.6 ഡിഗ്രി നോർത്താണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചു വയ്ക്കുക. ഏകദേശം ഒരു 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഇന്ത്യയുടെ അക്ഷാംശങ്ങൾക്കിടയിൽ ഉള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ രേഖാംശങ്ങൾക്കിടയിൽ ഏകദേശം ഒരു 30 ഡിഗ്രിയാണ്, ഒരു 29 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. അതൊന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ 8 ഡിഗ്രി ടു 38 എന്ന് പറയുമ്പോൾ 37.6ആണ്. ഏകദേശം ഒരു 29 ഡിഗ്രിയുടെ ഒരു വ്യത്യാസമാണ് അവിടെ ഉള്ളത്. അതൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് കാൽക്കുലേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ലഡാക്കിൽ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം ഏതാണ്? ദ്രാസ് ആണ്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലമാണ് ദ്രാസ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള പ്രദേശം എന്ന് ചോദിച്ചാൽ ലഡാക്കാണ്. ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് ലഡാക്കാണ്. ആ ലഡാക്കിലെ തന്നെ ഏറ്റവും തണുപ്പുള്ള പ്രദേശമാണ് ദ്രാസ് എന്നത്. ജനവാസമുള്ള ഏറ്റവും തണുപ്പേറിയ പ്രദേശമാണ് ദ്രാസ്. ദെൻ ഇന്ത്യയിലെ ശീത മരുഭൂമി എന്നറിയപ്പെടുന്നത് ലഡാക്ക്. അപ്പോൾ 2 ചോദ്യം ഒരേ പേപ്പറിൽ തന്നിട്ടുള്ള 2 ചോദ്യമാണ്. ലഡാക്കിലെ ഏറ്റവും തണുപ്പുള്ള ജനവാസ സ്ഥലം, അതുപോലെ തന്നെ ഇന്ത്യയിലെ ശീത മരുഭൂമി. വളരെ എളുപ്പമുള്ള, ഒന്ന് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒന്ന് കേട്ടുപോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമുള്ളൊരു ചോദ്യമാണിത്. ദെൻ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. വളരെ പ്രധാനപ്പെട്ട PSC പഠിക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർക്കും പോലും അറിയേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ദെൻ ടിബറ്റിലെ എവറസ്റ്റ് കൊടുമുടി അറിയപ്പെടുന്നത് സാഗർ മാത എന്നാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്നത് അലഹബാദ് ഹാൽഡിയ. നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു. ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽഡിയ. സാദിയ ദുബ്രി ദേശീയ ജലപാത 2. കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത 3. ദെൻ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കർണാടകത്തിലാണ് കേട്ടോ. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് കർണാടകത്തിൽ. ദെൻ ഏത് തരം കൽക്കരിയാണ് തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ കാണപ്പെടുന്നത്? തമിഴ്നാട്ടിലെ നെയ്വേലി കൽക്കരിക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു ഇടമാണ്. ഏത് തരം കൽക്കരിയാണ്? ലിഗ്നൈറ്റ് ആണ്. ലിഗ്നൈറ്റിന് പ്രസിദ്ധമായിട്ടുള്ളൊരു ഇടമാണ് തമിഴ്നാട്ടിലെ നെയ്വേലി എന്ന് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ജാറിയാണ്. ജാറിയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ റാണിഗഞ്ച്, ബൊക്കാറോ എന്നിവയൊക്കെ ഇന്ത്യയിലെ കൽക്കരിപ്പാടങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. എന്താണ് പ്രത്യേകത, ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ. ദെൻ ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത് എവിടെയാണ്? ദിഗ്ബോയ് ആണ്. ആസാമിലെ ദിഗ്ബോയിലാണ് ഇന്ത്യയിൽ ആദ്യമായി പെട്രോളിയം ഖനനം ചെയ്തത്. ദെൻ മുംബൈ ഹൈ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഫീൽഡാണ് അഥവാ എണ്ണപ്പാടമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടമാണ് ബോംബെ ഹൈ എന്നത്. ദെൻ കൊങ്കൺ റെയിൽവേ ബന്ധിപ്പിക്കുന്നത് റോഹ ടു മംഗലാപുരമാണ്. നമ്മൾ നേരത്തെ പഠിച്ചത് മുംബൈ മുതൽ മംഗലാപുരം എന്നാണ്. അവിടെ കറക്റ്റ് സ്ഥലം റോഹയാണ്. റോഹേനെയും മംഗലാപുരവുമായി ബന്ധിപ്പിക്കുന്നതാണ് കൊങ്കൺ റെയിൽവേ കേട്ടോ. ദെൻ താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? ഞാൻ തുറമുഖങ്ങൾ നമുക്ക് 2-3 ചോദ്യങ്ങളായി വരുന്നു. അതിൽ തന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തുറമുഖങ്ങൾ പഠിക്കുമ്പോൾ അവയെ 2ആയിട്ട് തരംതിരിച്ച് പഠിക്കുക. ഒന്ന് പശ്ചിമ തീരത്തുള്ളത്, ഒന്ന് പൂർവ്വ തീരത്തുള്ളതും. കിഴക്കൻ തീരത്തും പടിഞ്ഞാറൻ തീരത്തും ഉള്ളത് വേറെ വേറെ തന്നെ പഠിക്കുക. അതിൽ പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് പ്രത്യേകം എടുത്ത് പഠിക്കുക. ഇവിടുത്തെ ചോദ്യം കിഴക്കൻ തീരത്ത് ഏതാണെന്നാണ്. കാണ്ട്ല, കൊച്ചി, മർമഗോവ ഇതൊക്കെ പടിഞ്ഞാറൻ തീരത്താണ്. പാരാദ്വീപാണ് കിഴക്കൻ തീരത്തുള്ള ഈ തന്നിരിക്കുന്നതിലെ ഉത്തരമായിട്ട് വരുന്നത്. ദെൻ ഇന്ത്യയുടെ മാനക രേഖാംശം 82.30 ഡിഗ്രി കിഴക്കാണ് ഇന്ത്യയുടെ മാനക രേഖാംശമായിട്ട് വരുന്നത്. അഥവാ ഇന്ത്യയുടെ ടൈം ലൈൻ എന്ന് പറയുന്നത് 82.30 ഡിഗ്രി കിഴക്കാണ്. ദെൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. ലക്ഷദ്വീപാണ്. ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത് ലക്ഷദ്വീപും ആൻഡമാൻ നിക്കോബാറുമാണ്. അതിൽ ലക്ഷദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലും ആൻഡമാൻ നിക്കോബാർ ബംഗാൾ ഉൾക്കടലിലുമാണ്. ദെൻ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് നീലഗിരി കുന്നുകൾ. അതിൽ ഈ പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു എസ്കാർപ്മെൻ്റ് ആണ്. അപ്പോൾ PSCയുടെ മുൻവർഷത്തെ ചോദ്യമാണ്. പശ്ചിമഘട്ടം എന്ന് പറയുന്നത് ഒരു എസ്കാർപ്മെൻ്റ് ആണ്. എന്നാൽ പൂർവ്വഘട്ടം മുറിഞ്ഞായിട്ട് കാണപ്പെടുന്ന പർവ്വതനിരകളാണ് പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. അതിന് മുറിയാനുള്ള കാരണം നദികളുടെ ഒഴുക്കാണ്. കൂടുതൽ ഈ പറഞ്ഞ ഇന്ത്യൻ ഉപദ്വീപ്
കുറച്ച് ഈ കിഴക്കോട്ട് ചെരിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നദികൾ കൂടുതലായിട്ടും ഈ ഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്കാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂർവ്വഘട്ടം കൂടുതലും മുറിഞ്ഞിട്ടാണ് കാണപ്പെടുക. അപ്പോൾ ഇവിടുത്തെ ചോദ്യം പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ചേരുന്ന ഭാഗം നീലഗിരി കുന്നുകളാണ്. നീലഗിരി കുന്നുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തീരദേശം ഇല്ലാത്ത സംസ്ഥാനം എന്നാണ് ചോദ്യം. ഉത്തരം മധ്യപ്രദേശാണ്. മഹാരാഷ്ട്ര, പശ്ചിമ ബംഗാൾ, കേരളം എന്നിവയൊക്കെ കടൽ തീരമുള്ള സംസ്ഥാനങ്ങളാണ്. ഇന്ത്യയിലെ 9 സംസ്ഥാനങ്ങൾക്ക് കടൽ തീരമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ 9 ജില്ലകൾക്ക് കടൽ തീരമുണ്ട്. 5 ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്തത്. അപ്പോൾ അത് ഏതാണെന്നും കടൽ തീരമുള്ളത് ഏത്, കടൽ തീരമില്ലാത്തത് ഏത് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നോക്കി വയ്ക്കുക. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും നോക്കി വയ്ക്കണം, അതുപോലെ തന്നെ കേരളത്തിലെ ജില്ലകളും നോക്കി വയ്ക്കണം, കടൽ തീരവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അപ്പോൾ പാലക്കാട്, വയനാട്, അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകൾക്കാണ് കടൽ തീരമില്ലാത്ത ജില്ലകൾ, കേരളത്തിലെ ജില്ലകൾ എന്നുള്ളത് നോക്കി വയ്ക്കുക. ദെൻ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കൊല്ലം ജില്ലയാണ്, കണ്ണൂർ ജില്ലയാണ്. ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് കൊല്ലം ജില്ലയ്ക്കാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ഗുജറാത്താണ്. 2ാം സ്ഥാനം ഇപ്പോൾ മാറിയിട്ടുണ്ട്. മുന്നേയൊക്കെ നമ്മൾ ആന്ധ്രാപ്രദേശ് എന്നാണ് പഠിച്ചിരുന്നത്. 2ാം സ്ഥാനം തമിഴ്നാട്ടിനായിട്ടുണ്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വെക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള 2ാമത്തെ സംസ്ഥാനം തമിഴ്നാടാണ്. then ഏറ്റവും കുറവ് കടൽ തീരമുള്ളത് ഗോവയ്ക്കാണ്. then അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നാണ് ചോദ്യം. പ്രസ്താവനകൾ: മഞ്ഞ് മൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്കേ ഭാഗത്ത് പ്രദേശങ്ങളിൽ തണുപ്പിൻ്റെ കാഠിന്യം കുറവാണ്. മഞ്ഞ് മൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്കേ ഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിൻ്റെ കാഠിന്യം കുറവാണ്. പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഈ 2 സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് രണ്ടും ശരിയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്തേക്ക് തണുപ്പിൻ്റെ കാഠിന്യം വളരെ കുറവാണ്. ദെൻ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്തായിട്ട് പ്രകൃതി രമണീയമായ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു എന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായതുമായ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂപ്രകൃതി വിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത ചോദ്യം, നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? സിക്കിമാണ്. നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിമാണ്. ദെൻ ഇന്ത്യൻ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. നമ്മൾ തുലാവർഷം എന്ന് പറയുന്നത് അഥവാ വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നതാണ് ഈ മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തമിഴ്നാടിനാണ്. ഇടവപ്പാതി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങളിലാണ്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. ദെൻ ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി? ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ഗോദാവരിയുടെ പോഷക നദികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വെച്ചോളാം. ഗോദാവരിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി. ദെൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ് മാജുലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് മജുലി. ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസാം സംസ്ഥാനത്തിലാണ് മജുലി. ഒരു ജില്ലയായിട്ട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മജുലി കേട്ടോ, അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. 3 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. ദെൻ ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം ഇന്ദിരാ പോയിൻ്റാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് ഇന്ദിരാ പോയിൻ്റ്. അഥവാ ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള പ്രദേശം ഏതാണെന്ന് ചോദിച്ചാലും ഇന്ദിരാ പോയിൻ്റാണ് കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള പോയിൻ്റ് ഏതാ ചോദിക്കുക, അത് ഇന്ദിരാ കോളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ദെൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി പർവ്വതനിരയെക്കുറിച്ച് താഴെ പറയുന്നവയിൽ പ്രാധാന്യം ഇല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ ആരവല്ലിയെക്കുറിച്ച് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൽ പ്രാധാന്യമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. മൺസൂൺ സമയത്ത് ആരവല്ലി പർവ്വതനിരകൾ ഒരു തടസ്സമായി നിലനിൽക്കുന്നു. അതിനാൽ മൺസൂൺ മേഘങ്ങൾ കിഴക്കോട്ട് നീങ്ങുന്നു. കൂടാതെ ഉപഹിമാലയൻ നദികളെ നട്ടുവളർത്തുകയും ഉത്തരേന്ത്യൻ സമതലത്തിന് ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. അപ്പോൾ മൺസൂണുകളെ ആരവല്ലി പർവ്വതനിരകൾ തട്ടിയിട്ട് തിരിച്ചു വിടുന്നു എന്നാണ് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ ആരവല്ലി താർ മരുഭൂമിക്കും ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ ഒരു തടസ്സമായി നിലനിൽക്കുന്നു. അതും ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആരവല്ലി സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിക്കും അതുപോലെ തന്നെ ഉത്തര മഹാസമുദ്രത്തിൻ്റെയും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദെൻ
ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള വേർതിരിക്കുന്ന മതിലായി ആരവല്ലി പ്രവർത്തിക്കുന്നു. അത് തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഉത്തരേന്ത്യയും ദക്ഷിണേന്ത്യയും തമ്മിൽ വേർതിരിക്കുന്നത് വിന്ധ്യ റേഞ്ചസ് ആണ്. ആരവല്ലി അല്ല, വിന്ധ്യ പർവ്വതനിരകളാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ച് വയ്ക്കുക. ദെൻ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശത്തിൻ്റെ ഭൂഗർഭജല റീചാർജായി പച്ചപ്പുള്ള ആരവല്ലി പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നാൽ അറിയാത്ത സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നിൽക്കട്ടെ, അറിയണ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് സി ഓപ്ഷൻസ് കണ്ടാൽ തന്നെ നമുക്കറിയാം തെറ്റാണെന്ന്. അപ്പോൾ പിന്നെ വേറെ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. തെറ്റേത് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം, അത് നമുക്ക് ഡയറക്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ പരീക്ഷയ്ക്ക് നമുക്ക് ഇങ്ങനത്തെ കുറുക്ക് വഴികൾ ഉപയോഗിക്കേണ്ടി വരും. അല്ലാതെ നമുക്ക് എല്ലാ അതും വായിച്ച് നമുക്ക് എല്ലാ അതും അറിഞ്ഞുകൊണ്ട് ഉത്തരം എഴുതാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല. അടുത്ത ചോദ്യം നോക്കാം. പ്രധാന ഭൂമിയെ വേർതിരിക്കുന്നതും രണ്ട് പ്രധാന ഭൂഗർഭജല പുനരുദ്ധാരണങ്ങളെ ബന്ധിപ്പിക്കുന്നതുമായ നേർത്ത ജലാശയങ്ങളാണ് കടലിടുക്ക്. അപ്പോൾ കടലിടുക്ക് എന്താണെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ബോസ്ഫറാസ് കടലിടുക്ക് ഏഷ്യൻ തുർക്കിയെ യൂറോപ്പിൽ നിന്ന് വേർതിരിക്കുന്നു. അത് ഡാഷിനെ ബന്ധിപ്പിക്കുന്നു എന്നാണ്. കരിങ്കടലിനെയും മരാമര കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ബോസ്ഫറാസ് കടലിടുക്ക്. കരിങ്കടലിനെയും മരാമര കടലിനെയും. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ പ്രധാനമായിട്ടും ഡിഗ്രി ലെവൽ ചോദ്യ പേപ്പറുകളിലാണ് വരിക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മലയാളം ചോദ്യം വായിക്കണേക്കാട്ടിലും കുറച്ചുകൂടി നന്നായിരിക്കുക ഇംഗ്ലീഷിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിക്കുകയാണ്. കാരണം മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. മാത്രമല്ല PSCയുടെ ചോദ്യ പേപ്പറിൽ ആദ്യം തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണെങ്കിൽ ഇംഗ്ലീഷ് ചോദ്യ പേപ്പറാണ് അവർ ബേസ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പരമാവധി വായിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് വരികയാണെങ്കിൽ ഇംഗ്ലീഷ് നോക്കിയിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഗോതമ്പ് കൃഷിക്ക് താഴെ പറയുന്നവയിൽ ഏത് അവസ്ഥയാണ് അനുയോജ്യമായത് എന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉത്തരം താപനില 10 to 15 ഡിഗ്രി സെൽഷ്യസ് ആണ് വിതയ്ക്കുന്ന സമയത്ത്. 21 to 26 ഡിഗ്രി സെൽഷ്യസ് ആണ് കായ്ക്കുന്ന അഥവാ വിളവെടുക്കുന്ന സമയത്ത് വേണ്ടത്. മഴ 75 to 100 സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. മണ്ണ് നന്നായി വറ്റിച്ച് ഫലപുഷ്ടിയായ അതുപോലെ തന്നെ പശിമരാശിയും കളിമണ്ണും നിറഞ്ഞ മണ്ണായിരിക്കണം ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ദെൻ ലിസ്റ്റ് 1 ലിസ്റ്റ് 2 യോജിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധൂപ്ഗഡ് സത്പുര നിരകളിൽ കാണുന്നതാണ്. ദെൻ ഗുരുശിഖർ ആരവല്ലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ് ഗുരുശിഖർ, അല്ലെങ്കിൽ ആരവല്ലിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഈ ഗുരുശിഖർ എന്ന് പറയുന്നത്. ദെൻ ആനമുടി ഇവിടെ വരുന്നത് ഓപ്ഷൻസിൽ അണ്ണാമലയായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ആനമുടി ഇരിക്കുന്ന ഭാഗത്തെയാണ് പറയുന്നതാണ് ഈ അണ്ണാമല എന്നൊക്കെ. ദെൻ ദോഡബെട്ട ഉത്തരമായിട്ട് വരുന്നത് നീലഗിരി റേഞ്ചാണ്. നീലഗിരി റേഞ്ചിൽ കാണുന്നതാണ് ദോഡബെട്ട എന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഒന്ന് പ്രത്യേകം നോക്കി വയ്ക്കുക. ഓരോ പർവ്വതനിരകളിലും കാണുന്ന പ്രധാന കൊടുമുടികൾ ഏതൊക്കെയാണെന്ന് നോക്കി വയ്ക്കുക. പശ്ചിമഘട്ടത്തെ ഏറ്റവും വലിയ കൊടുമുടികൾ, അതുപോലെ തന്നെ ഓരോ സംസ്ഥാനത്തുള്ള പ്രധാന കൊടുമുടികൾ, അതുപോലെ ആരവല്ലി, മറ്റ് ഹിമാലയൻ നിരകൾ, അവിടെയൊക്കെയുള്ള പ്രധാന കൊടുമുടികൾ നിങ്ങൾ നോക്കി വയ്ക്കുക. അടുത്ത ചോദ്യം. ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചൂടുള്ള സമുദ്രപ്രവാഹം എൽ നിനോ കറണ്ടാണ്. ഡിസംബറിൽ പെറു തീരത്ത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ചൂടുള്ള സമുദ്രപ്രവാഹമാണ് എൽ നിനോ കറണ്ട് എന്നത്. അപ്പോൾ സമുദ്രപ്രവാഹങ്ങൾ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് PSC ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒയാഷിയോ കറണ്ട്, കുറോഷിയോ കറണ്ട്, കാലിഫോർണിയ കറണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റുകളെ പറ്റിയിട്ട്, സമുദ്രപ്രവാഹങ്ങളെ പറ്റിയിട്ട് ആ ഓപ്ഷൻസിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, ചൂട് ജലപ്രവാഹങ്ങളാണോ, തണുത്ത ജലപ്രവാഹങ്ങളാണോ, ശീതജലപ്രവാഹങ്ങളാണോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കി വെക്കണത് വളരെ നന്നായിരിക്കും. കാരണം ഒരു മാർക്ക് ഇവിടെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ദെൻ ഭൂകമ്പ തരംഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. എല്ലാ ഭൂകമ്പ തരംഗങ്ങളും ഏറ്റവും വലിയ ദൂരം ഉപരിതല തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു. P തരംഗങ്ങൾ ഖരവസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു. S തരംഗങ്ങൾ ദ്രവ മാധ്യമങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയും എന്നിവയാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ഇവിടെ തന്നിരിക്കുന്നതിൽ S തെറ്റാണ്. S ദ്രവ മാധ്യമങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നത് തെറ്റാണ്. Sന് ഖരമാധ്യമങ്ങളിലൂടെ മാത്രമേ കടന്നു പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എയും ബിയുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. എല്ലാ ഭൂകമ്പ തരംഗങ്ങളുടെ ഏറ്റവും വലിയ ദൂരം ഉപരിതല തരംഗങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നാണ്. അഥവാ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് ഉപരിതല തരംഗങ്ങളാണ്. ദെൻ P തരംഗങ്ങൾ ഖരവസ്തുക്കളിലൂടെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. അപ്പോൾ നോക്കൂ, ഈ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിൽ എന്തൊക്കെയാണ് പാകപ്പഴുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ്. അപ്പോൾ ഇംഗ്ലീഷ് ചോദ്യങ്ങൾ പരമാവധി നിങ്ങൾ ഈ പഴയ ചോദ്യ പേപ്പറുകൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഡിഗ്രി മെയിൻസ് എഴുതാൻ പോവുകയാണ് നിങ്ങൾ, അപ്പോൾ അങ്ങനെയുള്ള പരീക്ഷകൾ എഴുതുമ്പോഴൊക്കെ ഈ
ഇംഗ്ലീഷ് ചോദ്യപേപ്പറുകൾ പരമാവധി ആശ്രയിക്കുക. ദെൻ കശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കൂസ് ക്രീം ഡിപ്പോസിറ്റ് ഏതാണെന്നാണ്? കരേവയാണ് കാശ്മീർ താഴ്വരയിൽ കാണപ്പെടുന്ന ലാക്കൂസ് ക്രീം ഡെപ്പോസിറ്റ്. ദെൻ കേരളത്തിലെ ഏതു ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്? പാലക്കാട് ജില്ലയിലാണ് ധോണി വെള്ളച്ചാട്ടം. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേ ടണലാണ് അടൽ ടണൽ. അത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഏത് സംസ്ഥാനത്താണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടങ്ങളിലൊന്നായിരുന്നു ഈ ഏറ്റവും വലിയ ഹൈവേ ടണൽ എന്നത്. അടൽ ടണൽ എന്നാണ് അതിന് പേരിട്ടത്. ഹിമാചൽ പ്രദേശിലാണ് അടൽ ടണൽ സ്ഥിതി ചെയ്യുന്നത്. ദെൻ ചെനാബ് നദിക്ക് കുറുകെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള പാലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജാണ്. അപ്പോൾ അത്രയും ഉയരത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നോക്കി വയ്ക്കുക. ദെൻ താഴെ തന്നിരിക്കുന്നവ കരേവാസ് ഫോർമേഷനെ കുറിച്ചുള്ള വസ്തുതകളിൽ ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. കരേവ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരി എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: ഹിമാചൽ ഉത്തരാഞ്ചൽ ഹിമാലയം, കശ്മീർ വടക്ക് പടിഞ്ഞാറ് ഹിമാലയം, ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് രണ്ടാമത്തെയാണ്. കശ്മീർ വടക്ക് പടിഞ്ഞാറൻ കശ്മീരും വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിലുമാണ് കരേവ ഫോർമേഷൻ കാണാൻ സാധിക്കുന്നത്. ദെൻ ഗംഗാ തടത്തിന് കുറുകെ ബംഗാൾ ഉൾക്കടലിൻ്റെ തലവരെ നീണ്ടുകിടക്കുന്ന മർദ്ദം മൺസൂൺ ട്രോഫ് എന്ന പ്രതിഭാസം ഏത് സീസണിലാണ് അനുഭവപ്പെടുന്നത്? മൺസൂൺ ട്രോഫ് എന്ന പ്രതിഭാസം ഏത് സീസണിലാണ് അനുഭവപ്പെടുന്നത്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലഘട്ടത്താണ് മൺസൂൺ ട്രോഫ് എന്ന ഈ ഒരു പ്രതിഭാസം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവലായിട്ടുള്ള ചോദ്യങ്ങളാണ്. വളരെ കുറച്ച് പാടായിട്ടുണ്ട്. സ്ഥിരം കണ്ടുവരുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒരു പാറ്റേൺ മാറ്റിയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ വരുന്ന പരീക്ഷകൾക്ക് നിങ്ങളിങ്ങനെ കുറച്ച് ഹയറായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. പക്ഷേ ആ ചോദ്യങ്ങളുടെ ലെവൽ ഇത്തിരി കൂടിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. ദെൻ നൈജറിലും വടക്കു പടിഞ്ഞാറൻ നൈജീരിയയിലും കേന്ദ്രീകരിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വംശീയ വിഭാഗം ഹൗസ എന്ന വിഭാഗമാണ്. വളരെ റെയറായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഇത് കേട്ടോ. അപ്പോൾ കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദ്യം വരുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങൾ വരാറ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി ഓരോ രാജ്യങ്ങൾ സന്ദർശിക്കുകയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ദെൻ കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. ഒരു റിപ്പീറ്റഡ് ചോദ്യമാണ്. കുറേ ടഫ് ചോദ്യങ്ങളുടെ ഇടയിൽ ഒരു ആശ്വാസ ചോദ്യം എന്ന രീതിയിലാണ് ഈ ചോദ്യങ്ങളൊക്കെ വരുന്നത്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം. ദെൻ 10 ഡിഗ്രി ചാനൽ, പിന്നെ വീണ്ടും ഒരു ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. 10 ഡിഗ്രി ചാനൽ ഡാഷ് ദ്വീപ സമൂഹങ്ങളെ 2 ഗ്രൂപ്പുകളായി വേർതിരിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെയാണ് 2ആയിട്ട് തിരിക്കുന്നത്. ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നതാണ് 10 ഡിഗ്രി ചാനൽ എന്നത്. ദെൻ അളകനന്ദ ഭഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ദേവപ്രയാഗ് എന്നാണ് കേട്ടോ. അളകനന്ദ ഭഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ദേവപ്രയാഗ് എന്നത്. അപ്പോൾ ഈ രുദ്രപ്രയാഗ് നിങ്ങളൊന്ന് നോക്കി വയ്ക്കുക. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ SSC പോലുള്ള പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പഞ്ചപ്രയാഗ് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഗംഗയുടെ ആദ്യ ഭാഗമായിട്ടുള്ള ഈ ഭഗീരഥി നദിയുടെയൊക്കെ അളകനന്ദ നദിയുടെയൊക്കെ ഭാഗങ്ങളിൽ നിന്നുള്ള കുറേ നദികൾ കൂടിച്ചേർന്ന ഭാഗങ്ങളാണ് ഈ പ്രയാഗുകൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊന്ന് നോക്കി വയ്ക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. അപ്പോൾ അടുത്ത നോക്കാം. ഇവിടുത്തെ ചോദ്യം എന്തായിരുന്നു? അളകനന്ദ ഭഗീരഥി നദികൾ സംഗമിക്കുന്ന സ്ഥലം ദേവപ്രയാഗ്. ദെൻ ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനത്തെക്കുറിച്ചുള്ള ശരിയായ വസ്തുത തിരിച്ചറിയുക എന്നാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പഞ്ചാബ് ഹിമാലയം സിന്ധു നദിക്കും സത്ലജ് നദിക്കും ഇടയിലാണ്. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു. ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്രയ്ക്കും ഇടയിലാണ് ആസാം ഹിമാലയം. ദെൻ കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിൽ വ്യാപിച്ചു കിടക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. കുമയൂൺ ഹിമാലയം സത്ലജ് നദിക്കും അതുപോലെ തന്നെ കാളി നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ കുമയൂൺ ഹിമാലയം എന്ന് പറയുന്നത് കേട്ടോ. ടീസ്റ്റ നദിക്കിടയിലല്ല. ടീസ്റ്റ നദിക്കും കാളി നദിക്കും ഇടയിൽ കാണുന്നത് നേപ്പാൾ ഹിമാലയമാണ്. നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിലുണ്ട് അല്ലേ. അപ്പോൾ ഈ ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഹിമാലയത്തിൻ്റെ ഹൊറിസോണ്ടലായിട്ടുള്ള തരംതിരിവാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, പുതിയ പരീക്ഷകളിൽ ജിയോഗ്രഫി ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ കുറച്ച് കട്ടിയായി വരുന്നുണ്ട്. സ്റ്റേറ്റ്മെൻറ്റുകൾ ഒരുപാട് ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ഡിഗ്രി ലെവലായിട്ട് ഉള്ള ചോദ്യങ്ങൾ അവിടുന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. അപ്പോൾ കുറച്ച് കാര്യമായിട്ട് തന്നെ നിങ്ങൾ ജിയോഗ്രഫി പാർട്ട് നോക്കുക. പഴയ പോലെ അത്ര കണ്ട് എളുപ്പമായിരിക്കില്ല ജിയോഗ്രഫി. അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യങ്ങളും ആ ഭാഗങ്ങളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ നോക്കുക. അടുത്ത ചോദ്യം, നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ബാര ഷിഗ്രി ഹിമാനികൾ ലാഹുൽ സ്പിതി താഴ്വരയിലാണ്. ഹിമാനികളിൽ നിന്ന് ഒഴുക്ക് സോൺ നദിയിലേക്ക് ഉറവിട ജലം പ്രദാനം ചെയ്യുന്നു. ലാഹുൽ സ്പിതി ഹിമാലയത്തിൻ്റെ ഉൾപ്രദേശത്തുള്ള പീർ പഞ്ചൽ മേഖലയിലുള്ള
വടക്കൻ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നു. ദെൻ ഡി ലാഹുൽ സ്പിതിക്കും ഹിമാചൽ പ്രദേശിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി ലിപ്പുലെ ചുരം വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇവിടെ ഓപ്ഷൻസ് എയും സിയുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ദയവേത് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും പഠിക്കാതിരിക്കുക. കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പഠിക്കാൻ നിന്നാൽ അത് പഠിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദ്യപേപ്പറിൽ കണ്ടാൽ അത് അതേപോലെ വിട്ടോളുക. അത് അറ്റൻഡ് ചെയ്ത് ഒരു മാർക്ക് അവിടെ കളയാനുള്ള ഇട നിങ്ങൾ ഉണ്ടാക്കരുത്. അത് വിടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇങ്ങനത്തെ എന്ന് മനസ്സിലാക്കുക. അത് പറഞ്ഞ് എല്ലാ ചോദ്യങ്ങളും വിടാനോ പഠിക്കാതെ ഇരിക്കാനോ അല്ല ഞാൻ പറയുന്നത്. പഠിക്കണം, പക്ഷേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് കണ്ട് പഠിച്ച് നേരം കളയരുത്. ബാക്കി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ജിയോഗ്രഫി മാത്രമല്ല ബാക്കി ഭാഗങ്ങളുമുണ്ട്. അതിൽ കൂടുതൽ സമയം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ദെൻ താഴെ പറയുന്ന കാറ്റുകളിൽ ഏതാണ് സീസണൽ കാറ്റ് എന്നാണ് ചോദ്യം. സീസണൽ കാറ്റിന് ഉദാഹരണം താഴെ തന്നിരിക്കുന്നതിൽ മൺസൂൺ ആണ് കേട്ടോ. ബാക്കി തന്നിട്ടുള്ളതൊക്കെ സ്ഥിരവാദങ്ങളാണ് അല്ലേ. വാണിജ്യ കാറ്റ്, വെസ്റ്റർലീസ്, ഈസ്റ്റർലീസൊക്കെ പെർമനൻറ്റ് വിൻസ് ആണ്. ഇവിടെ ടെമ്പററി ആയിട്ടുള്ള അഥവാ സീസണൽ ആയിട്ടുള്ളത് മൺസൂണാണ്. ദെൻ താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരത്തിൽ നിന്ന് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ്. ഓപ്ഷൻസിൽ ശരിയായത് ഏത്? കിഴക്കൻ ഹിമാലയത്തിൽ കരേവാസ് രൂപീകരണം കണ്ടെത്തി, കരേവാസ് രൂപീകരണം കാശ്മീർ ഹിമാലയത്തിൽ കണ്ടെത്തി എന്നിവയാണ്. അപ്പോൾ ഓപ്ഷൻ 2 ശരിയായിട്ടുള്ളത്. കിഴക്കൻ ഹിമാലയത്തിലല്ല കരേവ ഫോർമേഷൻ നടക്കുക കശ്മീർ ഹിമാലയത്തിലാണ്. പ്രത്യേകം ശ്രദ്ധിച്ചു. അപ്പോൾ നോക്കൂ, കരേവയുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങളായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. 3-4 ചോദ്യങ്ങളായി ഡിസ്കസ് ചെയ്യുന്നു. കരേവ എന്ന ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നോക്കാതെ പോകരുത്. ദെൻ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണ് കാലാവസ്ഥാ ഗ്രൂപ്പുകളുടെ കോപ്പൻസ് സ്കീമുമായി ബന്ധമില്ലാത്തത്? വരണ്ട കാലാവസ്ഥ ബി, ഉഷ്ണമേഖലാ ഈർപ്പമുള്ള കാലാവസ്ഥ, ചൂടുള്ള മിതോഷ്ണ കാലാവസ്ഥ സി എന്നിവയാണ് ഉള്ള ഓപ്ഷൻസ്. ടൈഗ ടി എന്നത് ഇതിൽ വരുന്നതല്ല. അപ്പോൾ കോപ്പൻ സ്കീം എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ ജിയോഗ്രഫിയൊക്കെ ഡിഗ്രിക്ക് എടുത്ത് പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അല്ലാത്തൊരാളെ സംബന്ധിച്ച് ഇതൊക്കെ കുറച്ച് പാടായിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാ PSC പരീക്ഷയ്ക്കൊന്നും ഇങ്ങനത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടില്ല. ഇപ്പോൾ വരുന്ന ഡിഗ്രി പരീക്ഷകൾക്കാണ് ഇങ്ങനത്തെ ചോദ്യങ്ങൾ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കൊണ്ട് മാക്സിമം പറ്റുന്ന ഭാഗങ്ങളൊക്കെ നോക്കി പോവുക. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. അളകനന്ദയും ഭഗീരഥയും ദേവപ്രയാഗിൽ കൂടിച്ചേരുന്ന പോഷക നദികളാണ്. ഘാഘ്ര നദി ഉത്ഭവിക്കുന്നത് മാപ്ചച്ചുങ്കോയിലെ ഹിമാനിയിൽ നിന്നുമാണ്. അപ്പോൾ ഇതിൽ 1ഉം 2ഉം ശരിയാണ് കേട്ടോ. ഇത് തന്നിരിക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ടഫായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് അയ്യോ ജിയോഗ്രഫി പഠിക്കാൻ കഴിയില്ല എന്ന് നിങ്ങൾ പേടിച്ച് ഒഴിവാക്കി കളയേണ്ട ഭാഗങ്ങളല്ല. ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോക്കി പോവുക. അത് നമുക്ക് എവിടെ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ദെൻ താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ്. സർക്ക്, ഹോൺ, യു ആകൃതിയിലുള്ള താഴ്വരകൾ എന്നിവ ഹിമാനികളുടെ മണ്ണൊലിപ്പിലുള്ള ഭൂപ്രകൃതികളാണ്. സ്റ്റാലക്കേറ്റുകൾ, സ്റ്റാലഗ്മൈറ്റുകൾ, പില്ലേഴ്സ് എന്നിവ ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പുള്ള ഭൂപ്രകൃതിയാണ് എന്നിവയാണ് ശരിയായ ഉത്തരം. ഇവിടെ 2ഉം ശരിയാണ്. ഇവിടെ മാർക്ക് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ സ്റ്റാലക്ടൈറ്റ്, സ്റ്റാലഗ്മൈറ്റ്, പില്ലേഴ്സ് എന്നിവ ഭൂഗർഭജലത്തിൻ്റെ മണ്ണൊലിപ്പല മിനറൽസുമായിട്ടുള്ള ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് അതും. സർക്ക്, ഹോൺ, യു ആകൃതിയിലുള്ള താഴ്വരകൾ എന്നിവ ഹിമാനിയുടെ മണ്ണൊലിപ്പുമായി ഭൂപ്രകൃതിയാണ് എന്നതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത് ചേരുംപടി ചേർക്കാനാണ്. അവിടെ ചെനാബ് വരുന്നത് ബാരാലാച്ച പാസിലൂടെയാണ് ചെനാബ്. ദെൻ ചമ്പൽ ബാഡ്ലാൻഡ് ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട നദിയാണ് ചമ്പൽ. അപ്പോൾ ബാഡ്ലാൻഡ് ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ. ആ ഭൂപ്രകൃതി എന്ന് പറഞ്ഞാൽ അവിടെ ആ ഒരു നദിയുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ട ഒരു ഭൂപ്രകൃതിയാണ്. ആ നദി ഒഴുകിപ്പോയ ആ ഭാഗത്ത് പിന്നെ കൃഷിയോഗ്യമല്ലാതെ ഒരു ഭാഗമായി പോകുന്ന ഒരു പ്രത്യേകതയാണ് ഈ ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി എന്നത്. അതുമായി ബന്ധപ്പെട്ടൊരു നദിയാണ് ചമ്പൽ എന്നത്. ദെൻ ബ്രഹ്മപുത്ര, ദുവാന്തർ വെള്ളച്ചാട്ടം സാങ്പോ എന്നറിയപ്പെടുന്നതാണ് ബ്രഹ്മപുത്ര. സാങ്പോ എന്ന ടിബറ്റിൽ അറിയപ്പെടുന്നതാണ് ബ്രഹ്മപുത്ര. ദെൻ നർമ്മദ, ദുവാന്തർ വെള്ളച്ചാട്ടം നർമ്മദയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ യോജിപ്പിച്ചിട്ട് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കുറച്ച് ടഫായിട്ടുള്ള ചേരുംപടി ചേർക്കൽ തന്നെയാണ്. നോക്കി വയ്ക്കുക. നമുക്ക് ഈ ടഫായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഡിഗ്രി ലെവലുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നടന്നിട്ടുള്ള ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് പരീക്ഷകളുടെയൊക്കെ ഒരു നിലവാരമാണ് ഈ ഒരു ചോദ്യപേപ്പറിൽ നമുക്ക് മനസ്സിലാവുന്നത്. ദെൻ
ഇന്ത്യയിലെ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നാണ്. യുനെസ്കോ തെലങ്കാനയിലെ രുദ്രേശ്വര രാമപ്പ ക്ഷേത്രം 2020 ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു. സിന്ധു നദീതട സംസ്കാര സ്ഥലമായ ധോലവീരയെ യുനെസ്കോ 2021 ലോക പൈതൃക സൈറ്റായി പ്രഖ്യാപിച്ചു. 2021 വരെയുള്ള യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള 40 സ്ഥലങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ചെറിയൊരു തെറ്റുണ്ട്. എന്ന് വെച്ചാൽ 2020 2021 രാമപ്പ ക്ഷേത്രത്തെ യുനെസ്കോ തെലങ്കാനയിലെ രാമപ്പ ക്ഷേത്രത്തെ ലോക പൈതൃക സൈറ്റായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പം നിലവിൽ 44ഓളം യുനെസ്കോ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉള്ളത്. ദെൻ ഇന്ത്യയിലെ വിളവെടുപ്പ് സീസണുകളെക്കുറിച്ച് പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നാണ്. ശീതകാലം ആരംഭിക്കുന്നതോടെയാണ് റാബി സീസൺ ആരംഭിക്കുന്നത്. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. റാബി വിളയുടെ വിളവെടുപ്പിന് ശേഷം ആരംഭിക്കുന്ന വിളവെടുപ്പിന് ഒരു ചെറിയ കാലയളവാണ് സൈദ് എന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഖാരിഫ് സീസൺ പ്രധാനമായും തെക്ക് പടിഞ്ഞാറൻ മൺസൂണുമായും ഒത്തുപോകുന്നു. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇവിടെ ശരിയാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു സോയിൽസ് ആർ ഗിവൺ ബിലോ. വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബൌട്ട് റെഡ് സോയിൽ എന്നാണ് ചോദ്യം. ഫോംഡ് ബൈ വെതറിംഗ് ഓഫ് ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് ഫെർട്ടൈൽ എന്നാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ ഫോംഡ് ഇൻ ദ റീജിയൻസ് വിത്ത് മൺസൂൺ റെയിൻസ് ആൻഡ് ഇൻ്റർമിറ്റൻറ്റ് ഹോട്ട് സീസൺസ് എന്നാണ്. ദെൻ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ കോട്ടൺ കൾട്ടിവേഷൻ, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ 2ഉം 3ഉം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ 1 മാത്രമാണ് റെഡ് സോയിലുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്. ഫോംഡ് ബൈ ദ വെതറിംഗ് ഓഫ് ഇഗ്നിയസ് ആൻഡ് മെറ്റമോർഫിക് റോക്സ് ഈസ് കമ്പാരിറ്റീവ്ലി ഇഗ്നിയസും മെറ്റമോർഫിക് റോക്കും പൊടിഞ്ഞുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ദെൻ കമ്പാരിറ്റീവ്ലി ലെസ് ഫെർട്ടൈൽ ആണ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് റെഡ് സോയിലിനെ കുറിച്ചിട്ട്. അതിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ലാറ്ററൈറ്റ് സോയിലിനെ കുറിച്ചിട്ടാണ്. ദെൻ കോട്ടൺ കൾട്ടിവേഷന് ബന്ധപ്പെട്ടത് റിഗർ സോയിലാണ്, ബ്ലാക്ക് സോയിൽ എന്നറിയപ്പെടുന്നത്. ദെൻ അടുത്ത ചോദ്യം, കൺസിഡർ ദ ഫോളോയിങ് ക്രോപ്സ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് ഖാരിഫ് ക്രോപ്സ് എന്നാണ്. ഖാരിഫ് ക്രോപ്പുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ് ശരി? റൈസ്, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ എന്നതാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 1 മാത്രമാണ് ശരി. ബാക്കിയുള്ളതിൽ ഒക്കെ ഏതൊക്കെയോ ഒന്ന് തെറ്റായിട്ടുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ ടൊബാക്കോ വരുന്നുണ്ട്, ദെൻ വീറ്റ് വരുന്നുണ്ട് തേർഡിൽ, ദെൻ മറ്റേതിൽ മസ്റ്റാർഡ് വരുന്നുണ്ട്, ടൊബാക്കോ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ റാബി വിളയും ഖാരിഫ് വിളയും തമ്മിലുള്ള വേർതിരിവുകൾ നിങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. ഓപ്ഷൻസ് തരും ഇതുപോലെ, ഏതൊക്കെയാണ് ഖാരിഫ് വിള, ഏതൊക്കെയാണ് റാബി വിള എന്നൊക്കെ ചോദ്യം വരും. ഇവിടെ തന്നിരിക്കുകയാണെങ്കിൽ സി ആണ്, അതായത് ഓൺലി 1 മാത്രമാണ് ഫുള്ളായിട്ടും ശരിയായിട്ടുള്ളത്. റൈസ്, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ എന്നിവ ഖാരിഫ് ക്രോപ്പുകളാണ്. ദെൻ അടുത്ത ചോദ്യം, given below are the list of cities in India. Find out the right sequence in terms of population in the cities as per the last census in India. ഇന്ത്യയിലെ ലാസ്റ്റ് സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതിൽ നിന്ന് ഏറ്റവും കുറവുള്ളതിലേക്ക് തരംതിരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് മുംബൈ ആണ്. ദെൻ 2ാം സ്ഥാനം ഡൽഹിക്കാണ്. ദെൻ 3ാം സ്ഥാനം ബംഗളൂരുവിന്. 4ാം സ്ഥാനം വരുന്നത് പൂനെയ്ക്കാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ടൗണുകളിലൊന്ന് അല്ലെങ്കിൽ സിറ്റികളിലൊന്ന് മുംബൈ ആണ് കേട്ടോ. ദെൻ അടുത്ത ചോദ്യം, ഫോളോയിങ് ഈസ് ദ ലിസ്റ്റ് ഓഫ് റിവേഴ്സ് ഒറിജിനേറ്റിംഗ് ഫ്രം ഇന്ത്യ ആൻഡ് ഫ്ലോ ടു പാകിസ്ഥാൻ. ഫൈൻഡ് ഔട്ട് ദ റോങ് ഗ്രൂപ്പ് എന്നാണ് ചോദ്യം. ഉത്തരം 3ഉം 4ഉം ആണ്. ജലം, ബ്രഹ്മപുത്ര, രവി, സത്ലജ് എന്ന ഓപ്ഷനിൽ ബ്രഹ്മപുത്ര വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒറ്റ ഓപ്ഷൻ തെറ്റാണ്. അതുകൊണ്ട് തന്നെ ആ 2 ഓപ്ഷനും തെറ്റാണ്. ഏത് 3ഉം 4ഉം തെറ്റാണ്. അപ്പോൾ ആദ്യത്തെ 2 ശരി. ജനം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നീ നദികളാണ് ഇന്ത്യയിലൂടെ പോയി പാകിസ്ഥാനിലോട്ട് എത്തുന്നത് കേട്ടോ. ഇന്ത്യയിൽ ഒറിജിനേറ്റ് ചെയ്ത് പാകിസ്ഥാനിലൂടെ ഒഴുകുന്ന നദികൾ. ബ്രഹ്മപുത്ര ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് അല്ലെങ്കിൽ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിലൂടെ പാസ് ചെയ്ത് ബംഗ്ലാദേശിലൂടെ പോകുന്നു. ദെൻ പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏത്? കറുത്ത മണ്ണാണ്. നമ്മൾ 2-3 പ്രാവശ്യം പറഞ്ഞു. പരുത്തി, കരിമ്പ് തുടങ്ങിയ വിളകൾക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. ഈ കരിമ്പ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത് ഉത്തർപ്രദേശിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ടും കരിമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏത് സംസ്ഥാനത്തിനാണ് കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കി വെച്ചോളാം. ഇതൊക്കെ ചോദ്യം വരുന്ന പൊട്ടൻഷ്യൽ ചോദ്യങ്ങളാണ് കേട്ടോ. ദെൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. അതായത് നമ്മൾ പറയുന്ന ഇടവപ്പാതി കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ദെൻ ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണെന്നാണ് ചോദ്യം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യമാണ്. 82.30 ഡിഗ്രി ഈസ്റ്റ് ആണ്. ദെൻ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ 23.30 ഡിഗ്രി നോർത്താണ്. ഇന്ത്യയിൽ കൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ട്രോപ്പിക് ഓഫ് ക്യാൻസർ.
ദെൻ ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? 30 ഡിഗ്രിയാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. ദെൻ ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം കരേവയാണ്. ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപമാണ് കരേവ. കരേവ മണ്ണ് കാണപ്പെടുന്നത് കശ്മീർ ഹിമാലയത്തിലാണ്. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഒരുപാട് വട്ടമായി കരേവയെ പറ്റിയുള്ള ചോദ്യം വരുന്നു. ദെൻ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇവിടെ തന്നിരിക്കുന്നതിൽ പഞ്ചസാര വ്യവസായമാണ് കൃഷി അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായം. ദെൻ ഇന്ത്യയിൽ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശമാണ് വിശാഖപട്ടണം. ദെൻ ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഷിപ്കില ചുരമാണ്. ഹിമാചൽ പ്രദേശും ടിബറ്റും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഷിപ്കില ചുരം. അപ്പോൾ നമ്മൾ നേരത്തെ സോജില ചുരമൊക്കെ നോക്കിയിട്ടുണ്ട്. ചുരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ ചാനലിൽ തന്നെ ചുരങ്ങൾ എന്ന ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കാണാൻ ശ്രമിക്കുക. ദെൻ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാണെന്നാണ് താഴെ തന്നിരിക്കുന്നതിൽ കൽക്കരിയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണം. മറ്റേതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. സൗരോർജ്ജം, ജൈവവാതകം, ഭൗമ താപോർജ്ജം എന്നിവയൊക്കെ. ദെൻ ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം 1, 2 ആണ് ശരി. അവിടെ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് നിർവഹിക്കുന്നത് എന്നിവ. സംസ്ഥാന തലസ്ഥാനങ്ങളെ ജില്ലാ ആസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഈയിടെ കഴിഞ്ഞ പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ഗ്രാമീണ റോഡുകളെക്കുറിച്ചുള്ള ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണ് പറഞ്ഞത്. ദെൻ ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? 1986. അതിൻ്റെ ആസ്ഥാനം നോയിഡയാണ്. ഉത്തർപ്രദേശിലെ നോയിഡയാണ്. അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. ഇതൊരു സ്ഥിരം ചോദ്യമായിരുന്നു. ഇപ്പോൾ അതങ്ങനെ കണ്ടുവരാറില്ല. കാരണം ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ ലെവൽ നിങ്ങൾ കണ്ടു. വളരെ ടൈറ്റ് ആക്കിയിട്ടാണ്. പ്രത്യേകിച്ച് ഈ മെയിൻസ് പരീക്ഷയ്ക്ക് 10th ആയിക്കോട്ടെ 12th ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ മെയിൻസ് ആയിക്കോട്ടെ, മെയിൻസ് പരീക്ഷയ്ക്ക് വളരെ ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നിങ്ങൾ പഴയ കാര്യങ്ങളോ പഴയ ചോദ്യങ്ങളൊന്നും പഠിക്കരുത് എന്നല്ല, അതിനപ്പുറം പഠിക്കണം എന്നുള്ളതാണ്. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വരണം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സാണ്. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്ന ജോഗ്രഫി പോർഷനിലെ നമ്മൾ ഈ ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ ചോദിച്ചിട്ടുള്ള ഏറെക്കുറെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ മുതൽ ഏറ്റവും ടഫായിട്ടുള്ള ചോദ്യങ്ങൾ വരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ 100-200 ചോദ്യങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാകും. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. ജിയോഗ്രഫിയിൽ നിന്ന് പ്രധാനമായിട്ടും വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മളിവിടെ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങൾ നിങ്ങൾ പ്രത്യേകം പഠിച്ചു വയ്ക്കുക. പ്രത്യേകിച്ച് ഹിമാലയം എന്ന ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹിമാലയൻ നദികൾ, ഉപദ്വീപീയ നദികൾ, അതുപോലെ ഇന്ത്യൻ അതിർത്തികൾ, ദെൻ ഇന്ത്യയിലെ മഴക്കാലങ്ങൾ, മൺസൂൺ സീസൺസ്, കൃഷി, അതിൽ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ, പ്രധാനപ്പെട്ട വിളകൾ, സീസണുകൾ, ഖാരിഫ്, റാബി എന്നീ സീസണുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അതിപ്പോൾ റീസെൻ്റായിട്ട് കൂടുതലായിട്ടും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം നോക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ജിയോഗ്രഫി ഭാഗത്തു നിന്ന് വരാനുള്ളത്. അപ്പോൾ ജിയോഗ്രഫി മാത്രമല്ല ബാക്കി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജിയോഗ്രഫി മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ പോരാ, ബാക്കിയും കൂടി പഠിക്കണം. അപ്പോൾ ഇത്രയും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കി വയ്ക്കുക. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.